ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ബി.ജെ.പി വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്കെന്ന സൂചന. വി.ഡി. സതീശനുമായി ചർച്ച നടത്തി. അല്പസമയത്തിനകം പ്രഖ്യാപനമുണ്ടാകും. വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും. നിതിൻ, സന്ദീപ് വാര്യർ നേരത്തെ CPI-യിലേക്ക് CPM-ലേക്ക് എന്നുള്ള സൂചനകളൊക്കെ വന്നിരുന്നു. ഒടുവിൽ കോൺഗ്രസിന്റെ കൈപിടിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ചർച്ചകൾ? ലിബീഷ്, പാലക്കാട് കോൺഗ്രസിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബി.ജെ.പിയുടെ ഗ്ലാമർ, കേരളത്തിലെ ഗ്ലാമർ മുഖങ്ങളിൽ ഒരാളായ ബി.ജെ.പിയുടെ സംസ്ഥാന വക്താക്കളിൽ ഒരാളായ സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. ലിബീഷ് പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ആദ്യ സമയത്ത് സജീവമായിരുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സന്ദീപിനെ വേദിയിൽ ഇരിപ്പിടം നൽകാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിച്ച സന്ദീപ് പാർട്ടിയുമായി ഇടയുന്ന ഒരു സാഹചര്യം. പിന്നീട് സന്ദീപ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് എത്തിയില്ല. ഇതിനിടയിലാണ് സന്ദീപ് വാര്യർ CPI-യുമായി ചർച്ച നടത്തി, മണ്ണാർക്കാട്ടെ CPIM നേതൃത്വവുമായി ചർച്ച നടത്തി മണ്ണാർക്കാട് നിയമസഭാ സീറ്റ് ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ അടക്കം പുറത്തു വരുന്നത്. സന്ദീപ് വാര്യർ CPIM-ലേക്ക് എന്ന വാർത്തയും പുറത്തു വന്നു. എന്നാൽ ഇതിനോടൊന്നും ഒരു അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരണങ്ങൾ സന്ദീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടിരുന്നില്ല. പിന്നീട് RSS നേതൃത്വം നേരിട്ടിടപെട്ട സന്ദീപ് വാര്യരുമായി അനുനയ നീക്കം നടത്തി. എന്നാൽ ഈ അനുനയ നീക്കമെല്ലാം പാളിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് നേതൃത്വം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ശേഷിക്കെ സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ വാർത്താ സമ്മേളനം പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ യുവമുഖങ്ങളിൽ ഒരാളാണ് സന്ദീപ് വാര്യർ. ചാനൽ ചർച്ചകളിലടക്കം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച വളർന്നു വരുന്ന നേതാക്കളിൽ ഒരാൾ. ബി.ജെ.പിക്കകത്തെ ഭിന്നത, ബി.ജെ.പിക്കകത്തെ ഗ്രൂപ്പ് പോരിന്റെ ഇരയായാണ് സന്ദീപ് ഇപ്പോൾ പുറത്തേക്ക് വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. നേരത്തെ പല ഘട്ടങ്ങളിലും സന്ദീപിനെ പാർട്ടിയുടെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന, ചാനൽ ചർച്ചകളിൽ നടക്കം മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ, ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി നേർക്കുനേർപ്പ് നടത്തിയ പോരാട്ടത്തിനൊടുവിൽ സന്ദീപ് വാര്യറിന് ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. സന്ദീപ് വാര്യർ തന്റെ ബി.ജെ.പി ബന്ധം വിട്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് വരുന്നു എന്നതാണ് പാലക്കാട്ടെ ഏറ്റവും സുപ്രധാനമായ വാർത്ത. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ P. സരിൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടുപോയതിന്റെ ക്ഷീണം സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ച സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ ചേർത്ത് ബി.ജെ.പിക്ക് ഒരു തിരിച്ചടി കൂടി പാലക്കാട്ട് നൽകാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ലിബീഷ്, നിതിൻ, സന്ദീപ് വാര്യർ ബി.ജെ.പിയുടെ തിളങ്ങുന്ന മുഖങ്ങളിൽ ഒരാളായിരുന്നു. ചാനൽ ചർച്ചകളിലെ സ്ഥിര സാന്നിധ്യമാണ്. അദ്ദേഹം നേരത്തെ തൃശൂർ സീറ്റ് ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അത് ലഭിച്ചില്ല. ചില വിവാദങ്ങൾ തൃശൂരിൽ ഉണ്ടായി. പിന്നീട് അദ്ദേഹം ഒറ്റപ്പാലത്തേക്ക് എത്തുന്നു. അതിനുശേഷം സി കൃഷ്ണകുമാർ ഇപ്പോൾ മത്സരിക്കുന്ന പാലക്കാട് സീറ്റിൽ കൃഷ്ണകുമാറിന് പകരക്കാരനായി സന്ദീപ് വാര്യർ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ അതും നടന്നില്ല. ഒടുവിൽ CPI നേതൃത്വവുമായി ചർച്ച നടത്തുന്നു. ഒടുവിൽ കോൺഗ്രസിലേക്കാണ് സന്ദീപ് വാര്യർ എത്തുന്നത്. പാലക്കാട് മത്സരം CPM-ഉം കോൺഗ്രസും തമ്മിലല്ല, ബി.ജെ.പിയും UDF-ഉം തമ്മിലാണെന്ന് കോൺഗ്രസ് നേതാക്കളിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ തന്നെ ഊന്നി പറയുന്ന ഒരു സാഹചര്യത്തിൽ സന്ദീപിന്റെ കടന്നുവരവ് എങ്ങനെയായിരിക്കും അവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിഫലിക്കുക? രണ്ട് തരത്തിൽ നമുക്കിതിനെ വിലയിരുത്താൻ സാധിക്കും. ലിബീഷ് പറഞ്ഞതുപോലെ പാലക്കാട് ബി.ജെ.പിയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി LDF അവിടെ 3-ാം സ്ഥാനത്താണ്. അത്തരമൊരു മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പിന് കേവലം 3 ദിവസം മാത്രം ശേഷിക്കെ ബി.ജെ.പിയുടെ സംസ്ഥാനത്തെമ്പാടും അനുയായികളുള്ള, അല്ലെങ്കിൽ സംസ്ഥാനത്തെമ്പാടും ആളുകൾ പിന്തുണയ്ക്കുന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ. അത്തരത്തിലൊരു നേതാവിനെ കോൺഗ്രസിനെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാകുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ബി.ജെ.പിയെ ഒരു വെല്ലുവിളിക്കാൻ ഉതകുന്ന ഒരു തീരുമാനം തന്നെയാണ്. പക്ഷേ അവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ബി.ജെ.പിക്കകത്ത് പാലക്കാട്ട് പല പ്രശ്നങ്ങൾ, സംഘടനാപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറിനെതിരെ പലയിടങ്ങളിലും എതിർപ്പുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സന്ദീപ് വാര്യരെ അടർത്തി മാറ്റി കോൺഗ്രസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ ബി.ജെ.പി പ്രവർത്തകർ സന്ദീപ് വാര്യർ എത്തുന്ന പാർട്ടിയെ തോൽപ്പിക്കണമെന്ന രൂപത്തിലേക്ക് എത്തുകയും
ഏത് മിനിറ്റും അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള ഇലക്ഷൻ മുഖത്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു സാധ്യത നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല. കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസ് എത്തുന്നതോടുകൂടി BJP-യിലെ അനൈക്യം മറന്ന് സന്ദീപിന് ഒരു തിരിച്ചടി കൊടുക്കുക എന്നൊരു ലക്ഷ്യം BJP പ്രവർത്തകരിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ BJP-ക്ക് അകത്തെ പടലപ്പിണക്കങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും അവർ മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മാറാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് സന്ദീപ് വാര്യരുടെ ഒരു കോൺഗ്രസിലേക്കുള്ള വരവ് ജനാധിപത്യ ചേരിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ എന്ന പാലക്കാട് കൃത്യമായ ബന്ധമുണ്ട്. കൃഷ്ണകുമാറിനൊപ്പം പരിഗണിച്ച ഒരു പേരുകളിൽ ഒരാളാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യറിന് കൃത്യമായ ബന്ധങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ പൂർണ്ണമായുണ്ട്. RSS സംഘപ്രവർത്തകനായിരുന്ന കാലത്തും ABVP പ്രവർത്തകനായിരുന്ന കാലത്തും പാലക്കാട് ജില്ലയുടെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് സന്ദീപ്. യുവാക്കൾക്കിടയിൽ സന്ദീപ് വാര്യർക്ക് നല്ല സ്വാധീനമുണ്ട്. ആ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ സന്ദീപിന് സ്വാധീനമുള്ള വോട്ടുകളിൽ ഒരു വിഭാഗം വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് തെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ശേഷിക്കെ സന്ദീപിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാൻ KPCC-ക്ക് കഴിഞ്ഞതും. ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി KPCC നേതൃത്വം നേരിട്ട് ഇടപെട്ട് നടത്തിയ ചർച്ചയുടെ പരിണിത ഫലമാണ് ഇന്ന് സന്ദീപിനെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. എന്തായാലും സന്ദീപിന്റെ വരവ് കോൺഗ്രസിന് ഗുണമാകുമോ അല്ലെങ്കിൽ ദോഷമാകുമെന്ന് നമുക്ക് വോട്ടെണ്ണൽ 23 ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. പക്ഷേ നിലവിൽ BJP-ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അടിയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് BJP ക്യാമ്പുകളിൽ അടക്കം അമ്പരപ്പ് സൃഷ്ടിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. ലിബീഷ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കോൺഗ്രസിൽ നിന്നും വാർത്തകൾ എപ്പോഴും ചോരുന്ന ഒരു സംഭവമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത ഈ അവസാന നിമിഷമാണ് കോൺഗ്രസ് പുറത്തുവിടുന്നത്. അങ്ങനെ ഒരു രഹസ്യാത്മക ചർച്ചയിൽ ഉടനീളം സൂക്ഷിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും സന്ദീപ് വാര്യരുടെ കടന്നുവരവ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിഫലിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പാലക്കാടുണ്ട്. KPCC അധ്യക്ഷൻ K. സുധാകരനുണ്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, AICC ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ പാലക്കാടുള്ള ദിവസം തന്നെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അല്പസമയത്തിനകം കോൺഗ്രസ് നേതാക്കളുടെ വാർത്താ സമ്മേളനം ആരംഭിക്കുകയാണ്. നിതിൻ, ഈ സന്ദീപ് വാര്യരുടെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം സംഘപ്രവർത്തകൻ ആണ്. അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിന്ന ഒരാളാണ്. ABVP-യുടെ യുവമോർച്ചയുടെ ഒക്കെ വളർന്നു വന്ന് പെട്ടെന്ന് തന്നെ ചാനൽ ചർച്ചകളുടെ സ്ഥിരമുഖമായി BJP-യുടെ വാദമുഖങ്ങൾ വളരെ ശക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു സന്ദീപ് വാര്യർ. പക്ഷേ BJP-ക്ക് അകത്ത് നിലനിൽക്കുന്ന ചില പടലപ്പിണക്കങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ച സ്ഥാനങ്ങളിലോ പാർലമെന്ററി രംഗത്തോ ഒന്നും തന്നെ അവസരങ്ങൾ നൽകിയില്ല. RSS നേതാവ് ജയകുമാർ അടക്കം അനുനയ നീക്കങ്ങൾ നടത്തിയിട്ടും സന്ദീപ് വാര്യർ വഴങ്ങാത്തത് അദ്ദേഹത്തിന്റെ മനസ്സിലാഴത്തിലേറ്റ മുറിവുള്ളത് കൊണ്ടാണ്. അമ്മ മരിച്ചപ്പോൾ പോലും ഒരു BJP നേതാവ് പോലും ആശ്വസിപ്പിക്കാൻ എത്തിയില്ല തുടങ്ങിയ വൈകാരികമായ കാര്യങ്ങളും സന്ദീപ് വാര്യർ പങ്കുവച്ചിരിക്കുന്നു. എങ്ങനെ പരിശോധിക്കാം അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നാൾ വഴികൾ? തീർച്ചയായും ലിബിഷെ, ആ ഫേസ്ബുക്ക് പോസ്റ്റ് സന്ദീപ് ഒരാഴ്ച മുമ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പെടുത്ത് തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതായി വരും. സന്ദീപ് അതിൽ പറയുന്നത്, ഒരു സംഘ കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് ഞാൻ. അതായത് എന്റെ സന്ദീപിന്റെ അമ്മ സംഘത്തിന് കാര്യാലയം നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ സന്ദീപ് ആ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വൈകാരികമായി സന്ദീപ് പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ അമ്മ സംഘത്തിന്റെ കാര്യാലയം നിർമ്മിക്കാൻ എത്ര സ്ഥലം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞ് സംഘത്തിന് കാര്യാലയം നിർമ്മിക്കാൻ സ്ഥലം നൽകിയ അമ്മ മരിച്ചപ്പോൾ രാഷ്ട്രീയ എതിരാളികളായ രമേശ് ചെന്നിത്തലയും മുകേഷ് MLA-യും CPIM നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം തന്നെ ആശ്വസിപ്പിക്കാൻ, തന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ എത്തിയപ്പോൾ BJP-യുടെ ഒരാൾ പോലും എത്തിയില്ല. ഇന്നത്തെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി T. കൃഷ്ണകുമാർ അടക്കമുള്ള BJP നേതാക്കന്മാർ അവിടേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായ ഒരു കുറിപ്പായിരുന്നു അന്ന് സന്ദീപ് പങ്കുവച്ചത്. അപ്പോൾ അതോടൊപ്പം തന്നെ സന്ദീപിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എടുത്തു പരിശോധിക്കുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ABVP-യിലൂടെയും യുവമോർച്ചയിലൂടെയും കടന്നു വന്ന കേരളത്തിലെമ്പാടും BJP പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യമുള്ള, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. BJP-യുടെ ഒരുപാട് ABVP-യുടെയും ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളിൽ BJP-യുടെ ഒരു മുഖമായി തിളങ്ങി നിന്ന BJP നേതാക്കന്മാർ ഇത്രത്തോളം ചാനൽ ചർച്ചകളിൽ വരാതിരുന്ന ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പുള്ള കാലഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോൾ അന്ന് BJP-ക്ക് വേണ്ടി കൃത്യമായി രാഷ്ട്രീയ എതിരാളികളെ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എതിരെ കൂരമ്പ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ചാനൽ ചർച്ചകളിൽ തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു
സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർ പിന്നീട് ഇടക്കാലത്ത് BJP സംസ്ഥാന നേതൃത്വവുമായി പല അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ തൃശൂർ സീറ്റ് സന്ദീപ് ആഗ്രഹിച്ചിരുന്നു. ആ സീറ്റ് സന്ദീപിന് ലഭിച്ചില്ല. പാർലമെന്റ് രംഗത്ത് പലയിടങ്ങളിലും കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി സന്ദീപിനെ വെട്ടിനിരത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പലപ്പോഴും പാർട്ടി യോഗങ്ങളിൽ സന്ദീപ് കെ സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നു. എന്നാൽ കെ സുരേന്ദ്രനെതിരെ സന്ദീപ് നടത്തിയ നീക്കങ്ങളൊന്നും ഫലവത്തായില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സന്ദീപ് ആഗ്രഹിച്ച സീറ്റ് ലഭിച്ചില്ല. അത് അക്കാലം മുതൽ തന്നെ സന്ദീപ് പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിലല്ല. അതിനുശേഷമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യരുടെ പേര് സജീവമായ പരിഗണനയിൽ വരുന്നത്. എന്നാൽ അവിടെയും കെ സുരേന്ദ്രൻ ഇടപെട്ട സന്ദീപ് വാര്യരെ വെട്ടി എന്നാണ് സന്ദീപിനോട് ഏറെ അടുപ്പമുള്ളവർ പറയുന്നത്. മറ്റൊരു കാര്യമുണ്ട്, സന്ദീപിനെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്നു. തൃശൂരിൽ നടന്ന ഒരു സംഭവവുമായി ഒരു പാർട്ടി പ്രവർത്തകയുടെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് സന്ദീപിനെതിരെ നടപടി എടുത്തത് എന്നായിരുന്നു അന്ന് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയത്. എന്തായാലും പ്രതിപക്ഷ